എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെ വിധിയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ. അങ്ങനെ നമ്മുടെ സ്തുതി ഇറിറ്റേറ്റ് ചെയ്യാൻ പാകത്തിന് സച്ചി ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മിണ്ടാതിരിക്കുക, ഒന്ന് ചുമ്മാ ഇരിക്കുക എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ചുമ്മാ ഇരുന്നാൽ പിന്നെ ആര് കാർ ഓടിക്കും? അതല്ല, ഒന്ന് മിണ്ടാതിരിക്കുക, വാ അടച്ചു വെക്കുക എന്നൊക്കെ രേവതി പറയുക. അപ്പോഴേക്ക് സച്ചി ചോദിച്ചു, അവൾ ഇനി പോയത് വക്കീലിനെ കാണാനാണോ? ഇവനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട്? ഇതൊക്കെ കേട്ട് നമ്മുടെ സുധിയാണ് ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക, പേടിച്ചരണ്ട്. ഡിവോഴ്സോ? ആ, ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വക്കീലിനെ കാണാൻ പോയതായിരിക്കും, അത് ഉറപ്പാ. അങ്ങനെയാണ് നിനക്ക് അടുത്ത ദിവസം തന്നെ ഒരു വക്കീൽ നോട്ടീസ് കിട്ടും. സച്ചേട്ട അങ്ങനൊന്നും പറയല്ലേ എന്ന് രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, സുധി, നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും വക്കീലുണ്ടെങ്കിൽ നീ ഒന്ന് കണ്ടുവെച്ചോട്ടോ, മുൻകൂർ ജാമ്യം എടുക്കാം. നിനക്ക് വേണ്ടി വാദിക്കാനും ഒരു വക്കീൽ വേണ്ടേ? അപ്പം നിങ്ങളൊന്നും മിണ്ടാതെ വണ്ടി ഓടിക്കുക സച്ചേട്ടാ. ഞാൻ സംസാരിക്കുന്നില്ല. പിന്നെ സുധിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു പാട്ട് വേണമെങ്കിൽ ഞാൻ പാടിയാലോ? പോയല്ലോ പോയല്ലോ എൻ പൈങ്കിളി പോയല്ലോ, പാറിപ്പറന്ന് പോയല്ലോ എൻ പൈങ്കിളി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക കേട്ടോ. സുധിയാണെ ആകെ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക. പോയല്ലോ പോയല്ലോ പൈങ്കിളി പോയല്ലോ എന്നും പറഞ്ഞ് വീണ്ടും. അപ്പോൾ ആ പെണ്ണിന് എന്നെ ഇഷ്ടമേ അല്ല രേവതി. എപ്പോൾ നോക്കിയാലും അവൾ എന്നോട് ഉടക്കിന് വരും. അവളെ കാണാതായപ്പോൾ അന്വേഷിച്ച് ഞാൻ പോകണം. എന്തൊരു കഷ്ടമായത്. അപ്പം സച്ചേട്ടാ, പ്ലീസ് സച്ചേട്ടാ മിണ്ടാതിരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ച് പറയണോ എന്നും ചോദിച്ച് രേവതി ഫോൺ എടുത്തപ്പോൾ, വേണ്ട ഞാൻ മിണ്ടാതിരുന്നോളാവേ, ഞാനിനി മിണ്ടാതിരിക്കാത്തതിൻ്റെ പേരിൽ വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വണ്ടി ഓടിക്കുകയാണ്. അതിനുശേഷം ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തി നമ്മുടെ സച്ചി കയറി അന്വേഷിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ അവരെ ഫോൺ വിളിക്കാനും നോക്കുന്നുണ്ട്. പക്ഷേ രേവതിക്ക് കോള് കണക്റ്റായി കിട്ടുന്നില്ല. സച്ചി ഓരോ സ്ഥലത്ത് അന്വേഷിച്ച് അവസാനം വണ്ടി എടുത്തുകൊണ്ട് പോവാം. സച്ചി എന്നിട്ട് ഒരു ബിസ്ക്കറ്റുമായിട്ട് വന്നു. ബിസ്ക്കറ്റ് വാങ്ങിക്കാനാണോ കടയിൽ പോയത്? അതെ, ബിസ്ക്കറ്റ് മേടിക്കാനാ. ഞാൻ ഓർത്തു ശ്രുതി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് കടയിൽ പോയതെന്നാ. പിന്നെ രേവതി, ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. ഇവനെ ഉപേക്ഷിച്ച് പോയ പെണ്ണ് നല്ല ഭക്ഷണം കഴിച്ച് ജോളിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഞാൻ എന്തിനു പട്ടിണി കിടക്കണം? അതിൻ്റെ ആവശ്യം എന്താ? എടാ, നിനക്ക് വേണോടെ ബിസ്ക്കറ്റ്? എനിക്ക് ബിസ്ക്കറ്റൊന്നും വേണ്ട. എന്നാ നീ കഴിക്കണ്ട. പോകുന്ന വഴിക്ക് എനിക്ക് വിശക്കുന്നു, വല്ലതും കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി നിർത്തത്തില്ല, നിനക്ക് കഴിക്കാൻ വാങ്ങിച്ച് തരുകയില്ല. എനിക്കൊന്നും വേണ്ട. നമ്മൾ ടൂറിനൊന്നും അല്ലല്ലോ പോകുന്നത്, സംസാരിക്കാതെ വണ്ടി ഓടിക്കുക. നല്ല കാര്യം. സുധി നോക്കുമ്പോഴേക്കും സച്ചി നല്ല കൂളായിട്ടിരുന്ന് വണ്ടി ഓടിക്കുക കേട്ടോ, പാട്ടൊക്കെ പാടി. ഇനി കുറേ ദൂരം പോകാനുണ്ട്, ഇപ്പം തന്നെ ടയേർഡായി. ഒരു കാര്യം പറയട്ടെ, ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, നമുക്കൊരു കുറച്ച് നേരം ഉറങ്ങിയിട്ട് പോയാലോ പാർക്കിൽ? അപ്പോൾ സുധി പറഞ്ഞു, ഈ സമയത്ത് തന്നെ നീ കളിയാക്ക. നിന്റെ സമയം ശരിയല്ല, പക്ഷെ ആ പെണ്ണിൻ്റെ സമയം നല്ലതാ, അതുകൊണ്ടാണല്ലോ നിന്നെ ഉപേക്ഷിച്ച് അവൾക്ക് പോകാനായിട്ട് തോന്നിയത്. അപ്പം രേവതി പറഞ്ഞു, എൻ്റെ പൊന്നു സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കുക. രേവതി, അന്വേഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. പോയിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല, അവൾ പോയതല്ലേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ഞാൻ എന്താ തരേണ്ടത്? ഒന്നും തരണ്ട. നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ആദിയുടെ അമ്മമ്മയ്ക്ക് ഫോൺ ചെയ്യുക, വിമലാൻറ്റി ഒന്ന് വിളിച്ചു നോക്ക്. അവരിവിടെ കുമാരപുരത്താ താമസം എന്നല്ലേ പറഞ്ഞത്, വിളിച്ചു നോക്ക് നീയാ എന്ന് സച്ചി പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു നോക്കി സച്ചേട്ടാ, കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഞാനൊന്ന് വിളിച്ചു നോക്കാം. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അങ്ങനെ കുമാരപുരം എന്ന സ്ഥലത്തെത്തി പുറത്തിറങ്ങി സുധിയോട് സച്ചി പറഞ്ഞു, എടാ, ഇവിടെ കറങ്ങി പറിച്ച് നിൽക്കാതെ നീ പെട്ടെന്ന് പോയി അന്വേഷിക്കണം നിന്റെ കെട്ടിയോളെ. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധിയെ പറഞ്ഞു വിട്ടു കേട്ടോ. രേവതി എന്നാണെങ്കിൽ സച്ചിയുടെ ആ സ്വഭാവം നോക്കി ഇങ്ങനെ നിൽക്കുക. രേവതി എന്നിട്ട് പോയി അന്വേഷിച്ചു. സച്ചിയാണെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുക. രേവതി പോകുന്ന പോക്ക് കണ്ടിട്ട് ഈ പെണ്ണിന് ഇത് എന്തിൻ്റെ അനക്കേടാണോ എന്നോർത്തുകൊണ്ട് സച്ചി കൈയും കെട്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും അവിടെ നിൽക്കുകയാണ്. സുധിയും രേവതിയും കൂടിയിട്ട് ഇങ്ങനെ അന്വേഷിക്കുക കേട്ടോ. ആ ഒരു ഏരിയ മൊത്തം ഈ ഫോട്ടോയും കാണിച്ച് അവളെ അറിയോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അന്വേഷിച്ചു. പക്ഷേ ആ പരിസരത്തൊന്നും അവളെ കണ്ടതായിട്ട് ആരുമില്ല, അവളെ അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും വണ്ടിയിലേക്ക് കയറി. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പ്രാകുന്നുണ്ട്. ഈശ്വര, ശ്രുതി എവിടെയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും ആകെ ടെൻഷനിലാണ്. ഇതേ സമയം എല്ലാ സ്ഥലത്തും ഇവരന്വേഷിക്കുന്നു. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ശ്രുതി ഓടി വരിക, അമ്മേന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഈ അമ്മയും പേടിച്ചു പോയി, ഇത് എന്താന്ന്. ശ്രുതിയുടെ ശബ്ദത്തിൽ അത്രയധികം സങ്കടം ഉണ്ടായിരുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക. മോളെ എന്താ പറ്റിയെന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക. ഞാൻ ചതിക്കപ്പെട്ടു അമ്മ, ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും എന്നെ ചതിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെണ്ണ്, മോളെ എന്താ പറ്റിയ, മോള് പറ, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ? എന്താ അമ്മേ, എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി എന്നെ പറഞ്ഞ് പറ്റിച്ചു അമ്മേ.
ആകെ പേടിച്ചു പോയിട്ട് അമ്മയും. സുധി ജോലിക്ക് പോയിരുന്നില്ല, ജോലി ഉണ്ടെന്നൊക്കെ എന്നോട് കള്ളം പറയായിരുന്നു. ജോലിക്ക് പോകുന്നു എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പാർക്കിൽ സമയം കളയായിരുന്നു സുധി എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിൽ. ആരോടും പറയാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല അമ്മേ. അപ്പം നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? മോളെ, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാ. പക്ഷെ നീ അത് വിഷയമാക്കി ഇങ്ങോട്ടേക്ക് വരരുതായിരുന്നു. അതെന്താ? അജല്ല ജോലി ഇല്ലെന്ന് അറിഞ്ഞാ നീ അവനോട് ദേഷ്യപ്പെടുന്നു കരുതി കള്ളം പറഞ്ഞതായിരിക്കും. ഇത് വലിയ കാര്യമൊന്നും അല്ലല്ലോ. അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. തൽക്കാലം ജോലി ഇല്ലെന്നല്ലേ ഉള്ളൂ. നാളെ അവന് നല്ലൊരു ജോലി കിട്ടുന്നേ. അവനൊരു ചെറിയ കള്ളം പറഞ്ഞതിന് നീ ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? നീ അവനോട് പറഞ്ഞിരിക്കുന്ന കള്ളമൊക്കെ നീ മറന്നോ? അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല മോളെ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധി അവിടെ ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പം അമ്മയും അവളോട് ഇരുന്ന് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. നിന്നെ കുറ്റപ്പെടുത്തിയതല്ല മോളെ. നീ ചില വിഷയങ്ങൾ അവനോട് മറച്ചു വെച്ചിട്ടില്ലേ? നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയായിരിക്കും അവൻ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. അപ്പം ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. സുധിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുധി എന്നോട് കാണിച്ചത് കല്യാണി ഇതൊരു ചെറിയ വിഷയമാ അല്ല, ഇത് വലിയ വിഷയമാണ്. സച്ചി എന്നെ അത്രമാത്രം പരിഹസിച്ചു, അപമാനിച്ചു. അതിന് കാരണം സുധിയാ. അപ്പം സച്ചി നല്ലവനല്ലേ? നല്ലവൻ. നിങ്ങൾക്കെല്ലാവരും നല്ലവർ. അപ്പം കൂട്ടുകുടുംബം ആകുമ്പോൾ 1000 പ്രശ്നങ്ങൾ ഉണ്ടാവും കല്യാണി. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടാകും. നീ അതനുസരിച്ച് ജീവിച്ചു പോകണം. അങ്ങനെ ജീവിച്ചു പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ ആര് വിശ്വസിച്ചോ അവരെന്നെ ചതിച്ചു. എന്നെയൊക്കെ ഓർക്കുമ്പോൾ തന്നെ അപ്പം ഈ ജീവിതം തീർന്ന പോലെ ഉണ്ടല്ലോ നീ ഈ സംസാരിക്കുന്നത് കേട്ടാ. നീ എന്താ ഇങ്ങനെയൊക്കെ? അപ്പം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു, എന്തിനാ ഞാൻ ജീവിക്കുന്നത്? അപ്പം എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ഇങ്ങനെ പറയാനും മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പം കൊച്ചു ഓടി വന്നു ആൻറ്റീന്ന് വിളിച്ചുകൊണ്ട്. ആൻറ്റി ഇത് എപ്പോഴാ വന്നേ? ആൻറ്റി എന്നെ വിളിക്കാതിരുന്നേ? ആൻറ്റി എന്നെ മറന്നോ? ആൻറ്റിയെ കാണണമെന്ന് അമ്മൂമ്മയുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയും. ആൻറ്റിയുടെ അടുത്ത് കൂട്ടുവെട്ടെന്ന് അമ്മൂമ്മ പറഞ്ഞത്. ആൻറ്റി ഇപ്പം എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നല്ലോ. പരീക്ഷയ്ക്ക് ഞാനാ ക്ലാസ്സിൽ ഫസ്റ്റ്. ടീച്ചർ എന്നോട് വെരി ഗുഡ് എന്ന് പറഞ്ഞു. അല്ല, ആൻറ്റിയുടെ കണ്ണെന്താ ഇങ്ങനെ? കണ്ണിപ്പൊടി വീണോ? ഞാൻ ഊതിക്കളയാം എന്നും പറഞ്ഞ് കൊച്ചു കണ്ണിൽ ഊതുമൊക്കെ ചെയ്യാണ്ടോ കേട്ടോ. ആകെ സങ്കടപ്പെട്ട് കല്യാണി ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുക. അമ്മൂമ്മ, ആൻറ്റി എന്തിനാ കരയുന്നേ? അപ്പോൾ എനിക്കും ആൻറ്റിക്കും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഒന്നുമില്ല, മോൾ പോയി കളിക്ക്. ഇല്ല, ഞാൻ ആൻറ്റിയുടെ കൂടെ കളിച്ചോളാം, ഒരു സ്ഥലത്തും പോവില്ല. ആദി പറയുന്നത് കേക്ക്. അപ്പോഴേക്കും കൂട്ടുകാർ ആദ്യം പുറത്ത് വന്ന് വിളിച്ചു കേട്ടോ. ആദി ക്രിക്കറ്റ് കളിക്കാൻ വാന്നൊക്കെ പറഞ്ഞ്. നിൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്, ചെല്ല. ആൻറ്റി ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് ഓടിപ്പടഞ്ഞ് അവൾ ഇങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ വീണ്ടും കല്യാണി ഇരുന്ന് കരയാണ്, നമ്മുടെ ശ്രുതി ഇരുന്ന് കരയുക. അപ്പോൾ നീ എന്തിനാ മോളെ ഈ കരയുന്നത്? ആരോടും പറയാതെ വീട് വിട്ടിറങ്ങി. വീട്ടുകാർ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവില്ലേ? അവരന്വേഷിക്കട്ടെ, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. പിന്നെ പോവാതെ? അതല്ല നിൻ്റെ വീട്, നീ അവിടെയല്ലേ താമസിക്കേണ്ടത്. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. നീ പറയുന്നത് മനസ്സിലാക്കുക. നീ ഇവിടെ ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചായ എടുക്കാനായിട്ട് പോയി. ഇതേ സമയം സച്ചിയും സുധിയും രേവതിയും കൂടെ അന്വേഷിച്ച് വരിക. എത്ര പേരോട് അന്വേഷിച്ചിട്ടും ആരും കണ്ടിട്ടില്ല അവളെ. എൻ്റെ ഭാര്യ ആരെങ്കിലും കണ്ടോ, എൻ്റെ ഭാര്യ ആരെങ്കിലും കണ്ടോ എന്ന് ഉറക്ക വിളിച്ചൊന്ന് നീ ചോദിച്ചു നോക്കിയേ, അവളുടെ ഒരു വലിയ ഫോട്ടോയും പിടിച്ചോണ്ട്. അപ്പോഴേക്ക് രേവതി പറഞ്ഞു, ഒന്ന് ചുമ്മാതിരിക്കും, നമുക്ക് അന്വേഷിക്കാം, ഇവിടെയൊക്കെ തന്നെ കാണുന്നേ. എവിടെ അന്വേഷിക്കാൻ? ഓരോ വീട്ടിലും ചെന്ന് അന്വേഷിക്കാൻ പറ്റുമോ? ഇവൻ ജോലിക്ക് പോകാതെ പാർക്കിൽ പോയി കിടന്നുറങ്ങി. അതുകൊണ്ട് ഇവൻ്റെ ഭാര്യ ഇവനെ ഉപേക്ഷിച്ച് പോയി. അവളെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ച് എല്ലാ വീട്ടിലും പോകാൻ പറ്റുമോ? ദേ സച്ചി, നീ സംസാരം നിർത്തുന്ന നിനക്ക് നല്ലത്. നീ കാരണം അവളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ഗതികേട് എനിക്ക് വന്നത് എന്ന് സുധി പറഞ്ഞപ്പോഴേക്ക് സച്ചി പറഞ്ഞു, നീ പാർക്കിൽ പോയി കിടന്നോണ്ടല്ലേ, അല്ലാണ്ട് ഞാനാണോ എന്നൊക്കെ സച്ചിയും ചോദിക്കുക. നിൻ്റെ കൂടെ വന്ന എന്നെ പറഞ്ഞാൽ മതി. അപ്പോഴേക്കും സുധി ചോദിച്ചു, എൻ്റെ കൂടെ വരാനായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞോ? സച്ചി, വണ്ടി നിർത്ത്, മതി, ഞാനിവിടെ ഇറങ്ങിക്കോളാം, വണ്ടി നിർത്താനാണ്, എനിക്കിവിടെ ഇറങ്ങണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കുകയാണ് നമ്മുടെ സുധി. എന്നിട്ട് സുധി വണ്ടി തുറന്ന് ചാടാനൊക്കെ ആയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ രേവതി ചോദിച്ചു, എന്താ ഈ കാണിക്കുന്നത്? സച്ചി വണ്ടി നിർത്താനാ പറഞ്ഞത് എന്ന് സുധി അലറി കഴിഞ്ഞപ്പോഴേക്കും സച്ചി വണ്ടി നിർത്തി കേട്ടോ. എന്തൊക്കെ ഈ കാണിക്കുന്നേ എന്ന് രേവതി ചോദിച്ചപ്പോഴേക്കും സച്ചി സുധിയോട് പറഞ്ഞു, ഇറങ്ങടാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ, ഇറങ്ങ്. അപ്പോൾ സച്ചിയേട്ടാ, വേണ്ട സച്ചിയേട്ടാ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അങ്ങനെ സുധി അവിടെ ഇറങ്ങി. സുധി എന്നിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ രേവതി ചോദിച്ചു, ഇതെങ്ങോട്ടാണ് നിങ്ങൾ ഈ പോകുന്നത്? വന്ന് കാറിൽ കയറ്.
വന്നതിനും തന്നതിനും ഒക്കെ വലിയ വലിയ ഉപകാരം. ഞാനേ ഇനി തനിച്ച് അന്വേഷിച്ചോളാം. വേണ്ട, നിങ്ങൾ തിരികെ പൊക്കോ. എനിക്ക് നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല. അപ്പോഴേക്കും സച്ചി ഇവൻ എന്നിട്ട് സുധി അങ്ങ് നടന്നു പോവാ. സച്ചി പറഞ്ഞു, അതെ അവൻ അന്വേഷിക്കട്ടെ, അവൻ പോയി അന്വേഷിക്കട്ടെ, നീ പോയി അന്വേഷിക്കടാ. എന്നിട്ട് രേവതിയോട് പറയാം, അവൻ്റെ പോക്കറ്റിൽ 5 പൈസ ഇല്ല, ഇവരെങ്ങനെ തിരിച്ചു വരുന്ന പറയുന്നത്? അവൻ തിരിച്ചു വരില്ല, അവൻ ഇവിടെ തന്നെ കിടക്കട്ടെ. ദാഹിച്ച വെള്ളം പോലും കുടിക്കാനുള്ള കാശില്ല, എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല. തനിയെ അന്വേഷിക്കത്രേ, ഇവൻ പോയി അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. അവനെ നന്ദിയില്ലാത്തവനാ. നമ്മൾ ഇവൻ്റെ കൂടെ വന്നത് തെറ്റായിപ്പോയി രേവതി, നമുക്ക് തിരിച്ചു പോകാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി. അപ്പോൾ സുധി പറഞ്ഞു, നിങ്ങൾ പൊക്കോ, എനിക്കാരും വേണ്ട, ഞാൻ പോയി അന്വേഷിച്ചോളാന്നും പറഞ്ഞ് സുധി. ആ സമയത്താണ് ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ, ആ സ്ഥലത്തേക്ക് ഒരു പന്ത് വരുന്നത്. അപ്പോഴാണ് രേവതി കാണുന്നത് ആ പന്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ആദിയാണ്. ആദി മോനെ. അപ്പോഴാണ് ആദിയും ശ്രദ്ധിക്കുന്നത്. ആഹാ രേവതി ആൻറ്റി എന്നൊക്കെ വിളിച്ചുകൊണ്ട് കൊച്ചും രേവതിക്ക് അരികിലേക്ക് വന്നു. മോനെന്താ ഇവിടെ എന്ന് സച്ചി ചോദിച്ചപ്പോൾ ഞാനിവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു, ആദി ആ ബോളിങ് തരാൻ പറഞ്ഞു. അങ്ങനെ ബോള് കളിക്കുക കൂട്ടുകാരൊക്കെ കൂടി. ഇതേ എൻ്റെ നാടാ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ആഹാ നിന്റെ നാട്ടിൽ ഞങ്ങൾക്ക് വന്നൂടെ എന്ന് സച്ചി ചോദിച്ചപ്പം വരാലോ, എൻ്റെ നാട്ടിൽ വരാലോ. അല്ല നിന്റെ അമ്മാമ്മയെ വിളിച്ചിരുന്നല്ലോ, കിട്ടുന്നില്ല, അമ്മാമ്മ എവിടെയാ ഉള്ളത്? അമ്മാമ്മ വീട്ടിലുണ്ടല്ലോ, എന്നാൽ നമുക്ക് വീട് വരെ ഒന്ന് പോയാലോ എന്ന് രേവതി ചോദിച്ചു. എന്നാൽ നമുക്ക് വിമലാവണ്ടിയെ കണ്ടൊന്ന് സംസാരിക്കാം, ഇവിടുത്തെ ആൾക്കാരെയൊക്കെ അറിയാലോ, അപ്പോൾ നമുക്കൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ ഇവൻ ചെന്ന് അന്വേഷിക്കട്ടെ, നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോകാം, അല്ലാണ്ട് ഇവിടെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവൻ്റെ കെട്ടിയോളെ അന്വേഷിച്ച് നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി തിരിച്ചു പോകാമെന്ന് പറയുക. അതെ അച്ഛനോട് സച്ചേട്ടൻ എന്ത് പറയും? അച്ഛനോട് സച്ചേട്ടൻ സമാധാനം പറയേണ്ടി വരില്ലേ പാതി വഴിയിൽ വെച്ച് ഇങ്ങനെ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്നൊക്കെ രേവതി ചോദിച്ചപ്പോഴും സച്ചിക്ക് അത് ശരിയാണെന്ന് തോന്നി കേട്ടോ. മോനെ ആദി, ഇവിടെ അടുത്താണോ നിന്റെ വീട്? ആ ഇവിടെ അടുത്ത് തന്നെയാ. കാർ എടുക്കണോ അതോ നടന്നു പോയാൽ മതിയോ? കാറിന് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചു വണ്ടി കയറാൻ തുടങ്ങുക. സുധിയാണെങ്കിൽ വാശിയും പിടിച്ചിങ്ങനെ നിൽക്കുക. വാശി പിടിച്ചിക്കാണ് വന്ന് വണ്ടി കയറാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വണ്ടിയെ കയറി കേട്ടോ. അവസാനം സുധി കയറാതെ വേറെ നിവർത്തിയില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറുകയാണ്. അങ്ങനെ സച്ചിയും രേവതിയും സുധിയും ആദിയും കൂടിയിട്ട് ആ വീട്ടിലെത്തി. ശ്രുതിയുടെ വീട്ടിലെത്തി കേട്ടോ ഇവരുടെ വണ്ടി. അപ്പോൾ പുറത്തൊരു വണ്ടി വരുന്ന സൗണ്ട് കേട്ട് കട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന നമ്മുടെ ശ്രുതി പതുക്കെ എഴുന്നേറ്റു. ഒന്ന് മയങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് പുറത്ത് വണ്ടി വരുന്ന ഒരു സൗണ്ട് കേട്ടത്. അങ്ങനെ എഴുന്നേറ്റ് ജനലിലൂടെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കാണുന്നത് രേവതി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതാണ്. രേവതിയും ശ്രുതിയും ഒക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതോ. ആകെ പേടിച്ചു പോയിട്ടോ ശ്രുതി. കാരണം എല്ലാം അറിഞ്ഞിട്ടാണോ ഇവരിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊരു ചിന്തയാണ് ഇവരുടെ മനസ്സിലേക്ക് വന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ നമ്മുടെ പുതിയ ചാനലാണ്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സി യു അഗെയിൻ. താങ്ക് യു.